വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിത ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവളെന്താ ഇവിടെയെന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഉള്ള കഷ്ടകാലമൊന്നും പോകാഞ്ഞിട്ട് പണികളെല്ലാം കാറ് പിടിച്ച് വരികയാണല്ലോ എന്നിങ്ങനെ പിള്ള പറയുന്നുണ്ട്. അന്നേരം ഇവള് പഴയ ആറ്റം ബോംബാണ്, തീ കൂടിയിട്ടേ കാണുകയുള്ളൂ, ഇവളെ അകത്ത് കയറ്റരുതെന്നൊക്കെ പിള്ള ഭാമയോട് പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഈ വീട്ടിൽ കാല് കുത്താനേ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമ ആദ്യമേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും എന്തിനാ അന്തിച്ച് നോക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് സത്യഭാമ ആദ്യം ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നത്. അന്നേരം നിന്നെ കണ്ടാൽ ഇവിടെ എല്ലാവർക്കും കലി തുള്ളലാണ് എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം കലി തുള്ളാൻ ഇപ്പോൾ ഇവിടെ ആരാ ഉള്ളത്, കലി, ക്രോധം, അങ്ങനെയുള്ള പക ഇതൊക്കെ ജപം കൊണ്ട് മാത്രമേ തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ സ്വരൂപാനന്ദ യോഗീശ്വര തിരുവൾ ആശ്രമത്തിലെ അന്തേവാസിയാണ്, ജപവും പൂജയും ഒക്കെ ആയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തിൽ ഞാനിവിടെ ചില ദുർലക്ഷണങ്ങളൊക്കെ കണ്ടു. എന്നെ നിങ്ങളൊക്കെ വെറുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കലിതുള്ളാൻ ആകെ ഇവിടെ വിഷ്ണുവേട്ടൻ അല്ലേ ഉള്ളത്, എന്നിട്ടിപ്പോൾ വിഷ്ണുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ഞാനിവിടെ ചില ദുർലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരിക്കുന്ന പ്രസാദമാണെങ്കിൽ പറയുക രാഘവൻ അല്ല പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ, അതായത് രാഘവൻ നായർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു സുസ്മിത പറയുന്നത്, സ്വന്തം സത്യഭാമയുടെ ഭർത്താവിൻ്റെയും ചില ആപത്തുകളൊക്കെ വരാൻ പോകുന്നു, അതൊന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. ഇത് വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ പേരിൽ സ്വാമി പൂർണ്ണസ്വരൂപാനന്ദ യോഗീശ്വര തിരുവടികൾ പൂജിച്ച പ്രസാദമാണ്, ഇതങ്ങോട്ട് വാങ്ങിച്ചോളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമ അതങ്ങോട്ട് വാങ്ങിച്ച് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പൊന്നിയും പിള്ളയും ഇങ്ങനെ ദേഷ്യത്തിനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ വിഷ്ണുവേട്ടൻ്റെ അച്ഛന് വരാൻ പോകുന്ന കുറച്ച് ആപത്തുകൾ അതൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഇതൊക്കെ നീ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതുവരെയുള്ള ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ, അപ്പോൾ ഇനി അങ്ങോട്ടും ശരിയായിരിക്കും എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ഭാമ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. നിന്നെ വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്ണു അവിടെ ഇല്ല എന്നുള്ളതും രാഘവൻ നായർക്ക് എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഭാമ വിശ്വസിക്കുകയാണ്. അന്നേരം നീ ഭാഗത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിതയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇതെന്തൊക്കെയാണ് പൊന്നിന്ന് ഇങ്ങനെ പിള്ളയാണെങ്കിൽ പൊന്നിയോട് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സത്യഭാമ അവിടെ സുസ്മിതയോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അവിടെ ശാലിനി മുറ്റത്തെത്തുന്നുണ്ട്. അന്നേരം വണ്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ സുസ്മിതയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് അത് പറയാനുള്ളത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം ഇവൾ വീണ്ടും അവതരിച്ചു, ഇനിയിപ്പോൾ എന്ത് പുതിയതുമായിട്ടാണ് ഇവൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിങ്ങനെ ശാലിനി അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിഷ്ണുവിനെ കണ്ടിരുന്നു എന്നിങ്ങനെ പെട്ടെന്ന് സുസ്മിത ഭാമയോട് പറയുമ്പോൾ, നീ വിഷ്ണുവിനെ കണ്ടിരുന്നോ എന്നിങ്ങനെ ഭാമ ഇങ്ങനെ ആദ്യത്തെ ചോദിക്കുകയാണ്. അന്നേരം നീ വിഷ്ണുവേട്ടനെ എവിടെ വെച്ചാൽ കണ്ട് സുസ്മിതയെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ശാലിനി വരുമ്പോൾ പതിയെ അങ്ങോട്ട് സുസ്മിത തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ വന്നിട്ട് സുസ്മിതയുടെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പഴയ കനലെന്ന പോലെ രണ്ടുപേരുടെയും കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സത്യഭാമ പറയുന്നുണ്ട്, പിന്നെ സുസ്മിത പറയുന്നു വിഷ്ണുവേട്ടനെ കണ്ടു എന്നുള്ളത്. അന്നേരം നീ വിഷ്ണുവേട്ടനെ എവിടെ വെച്ചാൽ കണ്ടാന്ന് ചോദിക്കുമ്പോൾ ബാംഗ്ലൂർ വെച്ചെന്ന് പറയുന്നുണ്ട്. അന്നേരം ബാംഗ്ലൂർ എവിടെയെന്ന് വീണ്ടും ശാലിനി ചോദിക്കുമ്പോൾ മെട്രോയിൽ വെച്ചാണ് കണ്ടത്, സംസാരിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയുകയാണ്. അന്നേരം നിനക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ വന്ന് അന്വേഷിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമൻ പറയുന്നുണ്ട്, വിഷ്ണുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നിൻ്റെ കൂടെ ഞാൻ എവിടെ വേണമെങ്കിലും വരാം, എനിക്ക് എൻ്റെ മകനെ ഒന്ന് കണ്ടാൽ മതി, നീ അവനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് വെപ്രാളപ്പെടുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനെ നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ സത്യമേ, പക്ഷേ എനിക്കിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വിഷ്ണുവേട്ടനെ അന്വേഷിക്കാമെന്ന് ഇങ്ങനെ ഭാമയോട് പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, എന്തായാലും നീ ഇല്ലാ കഥകളൊക്കെ മെനഞ്ഞ് വന്നതല്ലേ, വയറ് നിറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി, പക്ഷേ നീ ഈ കുഴി ചാടിക്കാൻ ശ്രമിക്കുന്നത് സത്യാമ്മയെ ഈ കുഴി ചാടിക്കാനായിട്ട് നോക്കുന്നത് പോലെ എന്നെ നീ അങ്ങനെ ചാടിക്കാമെന്ന് ശ്രമിക്കേണ്ട, ഇത് ശാലിനിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വയറ്റിപ്പഴപ്പിനായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ എൻ്റെ വയറ്റിപ്പഴപ്പ് അവസാനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വാമിയോട് പറയുന്നുണ്ട്, എനിക്കൊരു യാത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ് സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ നോക്കിയിട്ട്. എന്നിട്ടും ഭാമ ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ഓരോന്നും സുസ്മിതയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാഘവൻ നായർ അകത്തു നിന്നും ഭാമയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം പിന്നെ സുസ്മിതയും ഇങ്ങനെ പറയുന്നുണ്ട്, അങ്കിളോ പിന്നെ ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ആകെ ദേഷ്യത്തിൽ വരികയാണ്. ഭാമ ഇവളെന്തിനാ വീട്ടിൽ കയറ്റിയത്, ഇവിടെ ആർക്കും ഇഷ്ടമല്ല, ഇവളോട് ഇറങ്ങിപ്പോകാൻ
പറ എന്നും പറഞ്ഞ് അങ്ങോട്ട് ആകെ ദേഷ്യത്തിലാണ്. ഈ സമയത്ത് അവിടെ ശിവൻ ജീപ്പിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. അന്നേരം എടാ വിഷ്ണുവേ എന്ന് വിളിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഇത് ആരെയാണ് വിളിക്കുന്നത്, വിഷ്ണുവിനല്ലേ കാണാതായിരിക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ടത്തേക്ക് നോക്കുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ കയറിയും വരുന്നുണ്ട്. അന്നേരം എടാ മകളെ വിഷ്ണു ഇങ്ങോട്ട് വന്നാണ്ടെന്ന് ഇവിടെ പിടിച്ച് പുറത്താക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ഇങ്ങനെ കയറി വരുന്നുണ്ട്. സുസ്മിത ശിവനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്നുള്ളത്. അന്നേരം ഇവനെ പിടിച്ച് പുറത്താക്കി ഇവളെ ദുഷ്ടയാണെന്നൊക്കെ പറയുമ്പം അച്ഛൻ ഞാൻ പുറത്താക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നതൊക്കെ സുസ്മിത ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പിള്ളച്ചേട്ട അച്ഛനെ അകത്തോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ വാ സാറേ എന്നും പറഞ്ഞ് പിള്ള വിളിക്കുന്നുണ്ട്. പക്ഷേ രാഘവനാർ പോണില്ല. അന്നേരം അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ അവളെ പുറത്താക്കിക്കോളാം, ഇനി വന്നേ എന്ന് പറഞ്ഞ് ശിവൻ നിർബന്ധമായിട്ട് രാഘവനാരെ പിടിച്ച് അകത്തെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ തിരികെ മോളിൽ പോയിട്ട് ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ്. ഒരു ഹാൻഡ് ബാഗ് മാത്രമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മയോട് പറയുന്നുണ്ട് ഞാനൊരു യാത്ര പോയിട്ട് വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് സുസ്മിതയോടും പറയുന്നുണ്ട് നീ വിഷ്ണുവേട്ടനെ കണ്ടു എന്നല്ലേ പറഞ്ഞത് ബാംഗ്ലൂർ വെച്ച്, അവിടം തൊട്ട് നമുക്ക് സംസാരിക്കാം, ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി വരുന്നതിന് മുന്നേ രാഘവനാരെ അകത്തേക്ക് ശിവൻ കൊണ്ടുവരുന്നല്ലോ. അന്നേരം ശാലിനി ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് തിരിയുമ്പോൾ ശിവൻ റൂമിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം പോവാം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം തുടർന്ന് പിന്നെ അവരങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം സുസ്മിത ആണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് അതെ പിന്നെ ഇതെന്താ വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ വിഷ്ണുട്ടനെ വിളിച്ചപ്പോൾ അവൻ വിളി കേട്ടത് അവൻ്റെ പേരും വിഷ്ണു എന്നാണോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്കിള് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ വലിയ കഥയാണ്, വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് അത് ശിവനെയാണ് വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് കണ്ടിരിക്കുന്നത്, അത് പറഞ്ഞ് തിരുത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ അമ്മായി അച്ഛൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ, പിന്നെ അങ്കിളിൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ ഇനി മകനായിട്ട് അഭിനയിക്കുന്നത്, ഇനി കളക്ടറുടെ മുന്നിലും അഭിനയിക്കുകയാണോ? അപ്പോൾ ഈ കളക്ടർ ഇപ്പോൾ കൂടെയുള്ളപ്പോൾ ആ പാവം ഡെയ്സി നീ ഇപ്പോൾ കളഞ്ഞിട്ട് പോയല്ലേ, അതുകൊണ്ടാണ് നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തതല്ലേ, ഇതാണല്ലേ ശിവൻ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സത്യഭാമ. അന്നേരം നമ്മുടെ വിഷ്ണുവിനെ കുറിച്ച് ആലോചിച്ചതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആകെ സന്തോഷത്തിലും വിഷ്ണുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു അങ്കലാപ്പിലൊക്കെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ വണ്ടി കയറുകയാണ്, ശാലിനിയും ശിവനും കൂടി. അന്നേരം ശാലിനി ഇങ്ങനെ വണ്ടി കയറാൻ നേരം ഡോറ് തുറക്കാൻ നേരം സുസ്മിത ഇങ്ങനെ വന്ന് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഉമ്മറത്ത്. അന്നേരം പക്ഷേ ഒരു പരിഹാസപദ പോലെ തന്നെയാണ് സുസ്മിത നോക്കുന്നത്. ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ശാലിനി മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങ് കയറി പോവുകയാണ്. ശിവൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവായിട്ട് കളക്ടറുടെ മുന്നിൽ അവൻ അഭിനയിച്ച് തകർക്കുകയാണല്ലോ, അപ്പോൾ അവളും കൂട്ടു നിൽക്കുകയാണല്ലോ, ഇത് കൊള്ളാമല്ലോ, പക്ഷേ ഇത് നിൻ്റെ നാശത്തിലേക്കുള്ള പോക്ക് തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും, നീ ഇത് എണ്ണി വെച്ചോ, ഇത് സുസ്മിതയോടാണ് കളിക്കുന്നത്, ഇനി ഒരിക്കലും നിനക്ക് നേരെയാകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സുസ്മിത അവിടെ നിന്ന് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമ വീണ്ടും ഈ ശാലിനി അടുത്തേക്ക് വരികയാണ്. ശാലിനിയല്ല സുസ്മിത അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം നീ പറഞ്ഞതൊക്കെ ശരിയാണോ, വിഷ്ണുവിനെ കണ്ടു എന്നുള്ളതൊക്കെ ശരിയാണോ, പിന്നെ എവിടെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിക്കുമ്പോൾ പറയാം ആൻറ്റി എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവരിങ്ങനെ പോകുന്നതിന് മുന്നേ ഇവിടെ അകത്ത് ഈ സീനൊക്കെ അരങ്ങേറുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വര അവർ പോയി കളയുമോ, ഞാൻ എത്തുന്നതിന് മുമ്പ് പോകുമോ, ഞാൻ എത്തിയതിന് ശേഷമേ അവർ ഇറങ്ങാൻ പാടുള്ളൂ, ഈ യാത്ര അപകടം എന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിൽ ശാരദാമ്മ ഓട്ടോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശാരദാമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു, എങ്കിൽ ഈ യാത്ര നടക്കില്ലായിരുന്നു. പക്ഷെ അത് നോക്കാം ഇനി എങ്ങനെയാണെന്ന്. ഈ സമയം അവിടെ മഹേന്ദ്രനാണെങ്കിൽ ചന്ദ്രയും കൊണ്ട് തിരികെ വീട്ടിൽ എത്തുന്നുണ്ട്. അന്നേരം അകത്ത് കാറ് നിർത്തിയിട്ട് ചന്ദ്രയെ പിടിച്ച് വലിച്ച് കാറിൽ നിന്ന് പുറത്തിറക്കുകയാണ്. എന്നിട്ട് സെക്യൂരിറ്റി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ട് തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും മാത്രമല്ല, വീട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണെന്ന് പറയുമ്പോൾ അത് സാർ അവർ പാമ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടെ ജോലിക്ക് വരേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്രയെ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നിർമ്മലയ്ക്കും കൊടുക്കുന്നുണ്ട് റെഡി. എന്നിട്ട് പറയുകയാണ് മക്കളെ സംരക്ഷിക്കാനെന്നോ നോക്കാൻ പറ്റാത്തതിനും കൊണ്ടാണ് നിനക്ക് ഈ അടി തന്നത്, നിനക്ക് ഇനി അമ്മയായിരിക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കൂട്ടുകാരിയാണ്, കൂടെ പഠിച്ചാണ്, എൻഗേജിന് വിളിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി എന്ന് നിർമ്മല പറയുന്നുണ്ട്. അന്നേരം ആങ്ങളെ തന്നെ സ്വന്തം പെങ്ങളെ കൊണ്ടുപോയി കല്യാണം നടത്താനായിട്ടിരിക്കുമ്പോൾ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ നിന്നും ആ ഒരു കല്യാണത്തിൻ്റെ ഒപ്പിടാൻ പോകുമ്പോഴാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ആ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവന് നമ്മുടെ മോനാണെങ്കിൽ ഇവളെ കെട്ടിച്ചു കൊടുത്തേനെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ലെങ്കിൽ നിൻ്റെ മക്കൾ നീ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, നിൻ്റെ എല്ലാം പിടിപ്പ് കേടാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാത്രം കുറ്റമല്ലല്ലോ, മക്കൾ രണ്ടുപേരുടെയും കൂടെ അല്ലേ, അപ്പോൾ തുല്യ അവകാശമാണുള്ളത്, നിങ്ങൾ പറഞ്ഞാലും എന്താ കേൾക്കില്ലേന്ന് ചോദിക്കുകയാണ്.
അനുവിനെ പറയുന്നുണ്ട്, നിൻ്റെ മോൻ പറഞ്ഞാൽ കേൾക്കില്ല, അതല്ലേ അച്ഛനെ അടിക്കാനായിട്ട് കവളി മടലും വെട്ടി നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നിർമ്മലയ്ക്ക് ദേഷ്യം വന്ന് തിരിച്ച് പറയുന്നുണ്ട്. അന്നേരം ഇനി മുതൽ ഞാൻ ആ ഒരു ഇതങ്ങോട്ട് ഏറ്റെടുക്കുകയാണത് ഇവളുടെ കാര്യത്തിൽ ഇനി ഞാൻ പറയുന്നതല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയിട്ട് റൂമിനകത്തിട്ട് ഡോറങ്ങ് ലോക്ക് ചെയ്യുകയാണ്. അന്നേരം തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കിടന്നാൽ ലോക്കൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നിർമ്മലയോട് പറയുന്നുണ്ട്, ഇനി ഇവളെ പുറത്തിറക്കേണ്ടത് ഇവളുടെ കല്യാണത്തിൻ്റെ അന്ന് മാത്രമായിരിക്കണം. പിന്നെ നിൻ്റെ മകനോട് പറഞ്ഞേക്കണം, പിന്നെ എൻ്റെ വഴിമുടക്കിയായിട്ട് വന്ന് നിൽക്കരുത് എന്നുള്ളത്. അങ്ങനെ അവൻ പിന്നെ ഞാൻ ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വന്നാൽ ഒരാൾക്കൊരു ജയം ഉണ്ടാവില്ല. അതിൽ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശത്രുവിൻ്റെ ജീവൻ ഞാൻ എടുത്തിരിക്കും. പകരം ഞാൻ തോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ സ്വയം അങ്ങ് അവസാനിപ്പിക്കും. രണ്ടായാലും ഒരു മരണം ഉറപ്പാണ്. അത് മാണിക്കോത്തുനിന്ന് കുടുംബത്തിൽ നിന്ന് ആകാതിരിക്കാനായിട്ട് നീ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിൻ്റെ മകനോട് പറയ് എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് മഹേന്ദ്രൻ പോവുകയാണ്. അന്നേരം നിർമ്മലയ്ക്ക് ആകെ സങ്കടം വന്ന വാതിൽ ഇങ്ങനെ ചാരിന്ന് കരയുന്നുണ്ട്. അകത്തു നിന്നും ചന്ദ്രയും കരച്ചിലാണ്. എന്നിട്ട് തുറക്ക് അമ്മയെന്നൊക്കെ പറഞ്ഞും കരച്ചിലാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മഹേന്ദ്രൻ്റെ തീരുമാനമേ അവിടെ നടപ്പിലാകത്തുള്ളൂ. അതേസമയം ശാരദാമ്മ ഇങ്ങനെ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മോനെ ഒന്ന് സ്പീഡിന് വിടുക, ഒരു അത്യാവശ്യ കാര്യമാണെന്ന് പറയുമ്പോൾ ചേച്ചി അർജൻറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് മാക്സിമം സ്പീഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് കുഞ്ഞെ, പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് ഞാൻ ഫോണൊന്നും എടുത്തില്ല എന്ന് പറയുകയാണ്. അന്നേരം ഒരേ ഒരു കോളിൽ തീരേണ്ട കാര്യമാണ് നമ്മൾ ഈ ഓട്ടം മുഴുവൻ ഓടുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഒന്ന് വേഗം ആട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ എത്തുന്നതിന് മുമ്പ് അവർ പുറപ്പെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ ശിവൻ്റെ വണ്ടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. വിഷ്ണുവിൻ്റെ വണ്ടി. അന്നേരം നിർത്തുമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവരെയാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ വണ്ടിയുടെ പിന്നാലെ ഈ ഓട്ടോയെ നടന്നത് തന്നെ എന്ന് പറയുകയാണ്. എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം, എൻ്റെ ഫോൺ അവിടെയുണ്ട്, അവിടെ ചെന്ന് അതിൽ നിന്ന് വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം അതിന് വീട്ടിൽ പോകുന്നത് എന്തിനാ, അതാ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ എന്നും പറഞ്ഞ് ഓട്ടോക്കാരെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. അന്നേരം അതെനിക്ക് നമ്പരൊന്നും കാണാതെ അറിഞ്ഞൂടെ കുഞ്ഞെ, ഒന്ന് വേഗം വീട്ടിലേക്ക് വിട്ടാൽ മതി, അവിടെ പോയിട്ട് വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ഓട്ടോക്കാരെ ഓട്ടോ തിരിക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്നാകട്ടെ കുഞ്ഞെ എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞ ആ ടെൻഷനിലാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി ശാരദാമ്മ വീട്ടിൽ ചെന്ന് വിളിക്കുമ്പോൾ അവരെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. അതോ ഇനി അവർ യാത്ര പുറപ്പെടുമോ, ഇനി സുസ്മിത ഒപ്പിച്ച് വെച്ചേക്കുന്ന ബാക്കി കള്ളങ്ങളൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.